പ്രിയമുള്ളവരെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം ഒരു പഴമൊഴിയാണ്. അതെ, തെറ്റ് ചെയ്തവർ ആരായാലും അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. ഇന്നത്തെ പ്രഭാതത്തിൽ നാം കേട്ടത് ഞെട്ടിക്കുന്ന കൊലപാതക വാർത്തയായിരുന്നു. ലഹരിബാധിതനായ ഒരാൾ തൻ്റെ മകളെയും അവരുടെ ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയതായ വാർത്ത. അനുദിനം ഇത്തരത്തിലുള്ള വാർത്തകൾ നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവരുടെയും ലഹരി കടത്തുന്നവരുടെയും വിൽക്കുന്നവരുടെയും അതുപയോഗിച്ച് കൊലപാതകങ്ങൾ നടത്തുന്നവരുടെയും എല്ലാം വാർത്ത നാം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ ഒരു അവസാനം വരാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ പിടിക്കപ്പെടുമ്പോഴുള്ള ശിക്ഷകൾ അത് കൃത്യമല്ലാത്തത് കൊണ്ടും കഠിനമല്ലാത്തത് കൊണ്ടും തന്നെയാണ്. കാരണം ശിക്ഷകളെ, നിയമങ്ങളെ ആർക്കും പേടിയില്ലാതെയായി മാറിയിരിക്കുകയാണ്. തെറ്റ് ചെയ്തവരെ പരിരക്ഷിക്കാനും അവരെ രക്ഷപ്പെടുത്തിയെടുക്കാനുമാണ് ആൾക്കാർക്ക് ഇന്ന് ഏറെ തിടുക്കം. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. അവർ ചെയ്ത തെറ്റ് എന്താണോ ആ തെറ്റിൻ്റെ ആഴം അവർ മനസ്സിലാക്കണം, അവർക്ക് ഖേദമുണ്ടാകണം. ആ നിലയ്ക്കുള്ള കടുത്ത ശിക്ഷകൾ കൊടുത്താലാണ് ഇതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവുകയുള്ളൂ. ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിക്കാതെ നമ്മുടെ നാടിൽ ഒരു മോചനവും ഉണ്ടാവുകയില്ല. നമ്മുടെ നിയമവ്യവസ്ഥിതികൾ, ഭരണ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുമെന്നും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്യുന്നവരെ, ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ പിടികൂടി കൃത്യമായി ശിക്ഷിക്കുമെന്നും നാം പ്രത്യാശിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം.